അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു പാസ്പോർട്ട് കൊണ്ട് തരണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് മുങ്ങും. അപ്പം എനിക്ക് ബുദ്ധി പോയില്ല, പാസ്പോർട്ട് കൊടുത്താൽ ഞാൻ ഈ കടം എങ്ങനെ വീട്ടും? പക്ഷേ ആ സമയം ചിന്തിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല. ഞാൻ വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവന്ന് അതും കൂടി ഇവർക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ വെറും കൈയോട് കൂടി ആ സ്ഥാപനത്തെ തിരിഞ്ഞു നോക്കി. എൻ്റെ സ്റ്റാഫ് എല്ലാവരും പുറത്തിറങ്ങി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവർക്ക് ആർക്കും ശബ്ദിക്കാൻ വയ്യ. അവർ പക്ഷം പറയാൻ വന്നവരോട് നിങ്ങൾ തരുമോ ഈ പൈസ? മുതലും അവരുടെ ലാഭവും എല്ലാം കൂടെ കൂട്ടി 21 ലക്ഷം രൂപ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അവിടെ നിശബ്ദമായി. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാധ്യതയുള്ളവരൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. 1 മാസം ഞാൻ വീട്ടിൽ താമസിച്ചു. ഹസ്ബൻഡും അമ്മായിയമ്മയും പ്രശ്നങ്ങൾ തുടങ്ങി. വീട്ടിൽ പൈസ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരു റൂമിൽ കയറി ലൈറ്റ് പോലും ഇടാതിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. പൈസ കൊടുക്കാനുള്ളവർ വീട്ടിൽ വരുന്നു, അവരും മടുത്തു. ആഹാരം കഴിക്കാൻ സാധിക്കാത്ത ഒരു ഹസ്ബൻഡ് ഒരുവിധം നല്ല മദ്യപാനിയാണ്. ഒരു 100 രൂപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഇവർ ഉറങ്ങും. അമ്മ കുറച്ച് റഫായിട്ടാണ് പെരുമാറുന്നത്. ആഹാരം കഴിക്കാൻ നേരം ആകുമ്പോൾ എവിടുന്നെങ്കിലും വരും. ഒരു ദിവസം ആഹാരം കഴിക്കാൻ ഞാൻ ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാത്തിരിക്കും ഉറങ്ങാൻ വേണ്ടി. അന്നുവരെ ആ കുടുംബത്തെ സംരക്ഷിച്ചതാണ് ഞാൻ. ഒരുപക്ഷെ ക്ഷമിക്കണം, എനിക്ക് ഇത് പറഞ്ഞാലേ എൻ്റെ ഇനി പിന്നെ ഇത് പൂർത്തിയാകുള്ളൂ, ഈ സാക്ഷ്യം പൂർത്തിയാകും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം ഞാൻ ഉറങ്ങാൻ പാത്രത്തിൻ്റെ ഒച്ച കേൾപ്പിക്കാതെ ചോറെടുത്ത് അടുക്കള വശത്തു കൂടി മുറ്റത്ത് പോയി ഇരുന്ന് കഴിച്ച് ശബ്ദം കേൾക്കാതെ കഴുകി വെച്ചിട്ട് ഞാൻ പോയി കിടക്കും. ഇങ്ങനെയായി കഴിഞ്ഞു. സഹി കേട്ട് അമ്മ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയേ മതിയാവൂ. ഒരു ദിവസം രാത്രി 12 മണിയായി. സന്ധ്യയ്ക്ക് 7:30 തുടങ്ങിയ വഴക്കാണ്. ഒരു 12:30 ആയപ്പം അമ്മ 2 ബാഗിൽ ഡ്രസ്സ് എടുത്തു. നീ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഞാൻ പറഞ്ഞു നേരം വെളുക്കുന്നവരെ ഞാൻ കിടന്നോട്ടെ, രാവിലെ ഞാൻ സമാധാനം ഉണ്ടാക്കാം. പറ്റില്ല, ഇപ്പോൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന് അമ്മ മുറ്റത്തിറങ്ങി. ഞാൻ ചിന്തിച്ചു